ഒരു ടാസ്കിലുപരി പേഴ്സണലി എന്നെ ഇറിറ്റേറ്റ് ചെയ്യണ പോലെ എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് അത് എങ്ങനെ എത്തിയതെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഭയങ്കര ആ വിഷമത്തിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മറ്റേ കിച്ചൺ ടീം കത്തികളെല്ലാം എടുത്തുകൊണ്ട് പോയി, മറ്റേ ലൈറ്റർ എടുത്തുകൊണ്ട് പോയി അവിടെയുള്ള ഗസ്റ്റിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവർ ടീം അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ ഓണേഴ്സ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് അവിടെ കത്തിയില്ല. അപ്പം ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് കിടക്കുന്ന ഒരു കത്തി മാത്രം അവിടെ കിടക്കണേ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഉള്ളി അരിയുന്നത്, കറി ഉണ്ടാക്കുന്നു, ചോറ് വെക്കാൻ വേണ്ടി ലൈറ്റർ ഇല്ല. അപ്പോൾ ഞാൻ അബിൻ്റെ അടുത്ത് വെച്ച് എന്താ ചെയ്യുക അബിന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ലൈറ്റർ വെക്കാമല്ലോ എന്ന്. അങ്ങനെ സാബു ചേട്ടൻ്റെ അടുത്ത് ലൈറ്റർ വാങ്ങിച്ചിട്ട് അത് കത്തിച്ച് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോഴും വേണമെങ്കിൽ എനിക്ക് ഹോട്ടലിൽ ഗസ്റ്റിന് മാത്രം ഫുഡ് വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ അപ്പോഴും ഞാൻ അതല്ല ചിന്തിച്ചത്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ചേർത്ത് ഉണ്ടാക്കിയേ. അപ്പോഴും ഞങ്ങളെ കളിയാക്കുകയും കൂവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്കും കൂടെ ചേർത്ത ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരിക്കണത് ഞാൻ. അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കണത്. അപ്പം എനിക്കതിൻ്റെ വിഷമമുണ്ട്, ഇതെന്താ ഇവർ മനസ്സിലാക്കാത്തതെന്ന്. അപ്പോൾ ഇതാരും മനസ്സിലാക്കുന്നില്ല വിഷമം. എനിക്ക് ഓൾറെഡി വിഷമമുണ്ട്. ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉള്ളിലിങ്ങനെ പൊട്ടി നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർക്ക് സ്നാക്സ് വേണം, ഈവനിങ് സ്നാക്സ് വേണം, ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഉള്ളിവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും മെൻ്റൽ പ്രഷർ, അതിൻ്റെ ഇടയിൽ അടുക്കളയിലെ പണി എല്ലാവർക്കും കൂടെ ചെയ്തു കൊടുക്കുന്നത്, അതിനെ ഒരു പോസിറ്റീവായിട്ട് ഒരാൾ കാണുന്നില്ലല്ലോ എന്നുള്ള വിഷമം. ഇതിൻ്റെ ഇടയിലാണ് റോബോ വന്നിട്ട് വിളിക്കണത്. അപ്പോൾ റോബോ എനിക്ക് ആ സമയത്ത് പേഴ്സണലി ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ തോന്നിയത്. വിളിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ ഒരു ഹോട്ടലിലും ഗസ്റ്റ് പറഞ്ഞ ഓണേഴ്സ് വരില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. പൂജ ഏതെങ്കിലും ഹോട്ടലിൻ്റെ ഓണറെ കണ്ടിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. താമസിച്ച മെജോറിറ്റി ആൾക്കാരും ആ ഹോട്ടലിൻ്റെ ഓണേഴ്സിനെ കാണാറുണ്ടാവില്ല. അവർ റിവ്യൂ നെറ്റിലൊക്കെ ഇടുന്നല്ലാതെ ഒരാളും ഓണേഴ്സിനെ കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഗസ്റ്റ് പറയുമ്പോൾ തന്നെ ഒരു ഓണറും വരൂല. അപ്പം എൻ്റെ മനസ്സിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ മനസ്സിലുള്ള 5 സ്റ്റാർ ഹോട്ടൽ അതല്ല. അപ്പം ഞാൻ വരൂല എന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും ഇതാക്കിക്കൊണ്ട് അപ്പൊ ഇങ്ങനെ ഇറിറ്റേറ്റ്. അപ്പോൾ ഇതിൻ്റെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ താങ്കളുടെ ചിരി കാണാൻ ഡാഗിനെ പോലെ. ഇപ്പം ഇത് ഓൾറെഡി ഗബ്രി പറഞ്ഞിട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യമെന്ന് എനിക്കറിയാം. അപ്പോഴും ഞാൻ ചിരിക്കുക ചെയ്തത്. ഞാൻ ഒന്നും തിരിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ ഹഹാന്ന് പറഞ്ഞ് വീണ്ടും ചിരിക്കുക ചെയ്തത്. എനിക്ക് തിരിച്ച് അതുപോലത്തെ വാക്കുകൾ പറയാൻ അറിയാഞ്ഞിട്ടോ, എനിക്ക് അറിയാഞ്ഞിട്ടോ അല്ല, എനിക്ക് മലയാളം നന്നായിട്ട് അറിയാം. പക്ഷെ അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ചിരിച്ചേ ഉള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും മാക്സിമം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതും ഞാനിത് കേട്ടിട്ട് ഞാൻ പുറത്ത് ചിരിച്ചാൽ എനിക്ക് വിഷമം ആയിട്ടില്ല എന്നെങ്ങനെ മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതൊരാളെ പേഴ്സണലി അങ്ങനെ വന്ന് വിളിക്കണം, അപ്പോഴേ അറിയുള്ളൂ അതിൻ്റെ ഒരു വേദന. നാട്ടുകാർ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയിലാണ് എന്നെ വിളിക്കുന്നത്. എൻ്റെ വീട്ടുകാരിത് കാണുന്നുണ്ട്, അവർക്ക് വിഷമാവില്ല എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും അപ്പം ഇറങ്ങുന്നില്ല എന്ന് മനസ്സിലായപ്പം ജാസ്മിൻ വന്നിട്ട് ഇങ്ങനെ, ഞാൻ ഓൾറെഡി ഓഫ് ചെയ്തതാണ്. അപ്പൊ ഇപ്പുറത്ത് വേറെ എന്തോ ആവുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു സാധനമുണ്ട്. അപ്പൊ അത് ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു അത് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും ഇത് ഓൺ ചെയ്തിട്ടാണ് ഓഫ് ചെയ്തത്.